അയ്യപ്പസ്വാമി നേരിട്ട് വന്ന കഥയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? 1970കളിൽ വരദൻ എന്നയാൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദൈവത്തിൽ അത്ര വിശ്വാസമില്ലായിരുന്നു. സന്തോഷകരമായി പോകുന്ന വരദന്റെ കുടുംബജീവിതത്തിൽ പെട്ടെന്നൊരു വഴിത്തിരിവ് സംഭവിക്കുന്നു. ഒരിക്കൽ വരദന്റെ ഭാര്യയുടെ ആരോഗ്യനില വളരെയധികം മോശമായി. വൈദ്യസഹായം കുറവായിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഭാര്യയെ രക്ഷിക്കണമെങ്കിൽ വളരെയധികം പണം ചെലവാകുമെന്ന് വൈദ്യന്മാർ പറഞ്ഞു. വരദന് അത്രയും പണമില്ലാത്തതിനാൽ അദ്ദേഹം മനം നൊന്തിരുന്നു. ഒരിക്കലും ദൈവത്തെ ആരാധിക്കാത്ത അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന അയ്യപ്പന്റെ ഒരു മണിമാല നോക്കി, എന്തിനാണ് എനിക്ക് പരീക്ഷണം എന്ന് പറഞ്ഞു കരഞ്ഞു. അന്ന് രാത്രി അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഒരു ചെറിയ ബാലൻ പ്രത്യക്ഷപ്പെടുകയും ആ ബാലൻ ക്ഷേത്രത്തിലേക്ക് പോകാൻ നേരമായി, വരൂ പോകാം എന്ന് പറഞ്ഞു വരദനെ വിളിച്ചു. അടുത്ത ദിവസം വരദൻ തന്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് യാത്ര പോയി. അങ്ങനെ അയ്യപ്പനെ ദർശിച്ച് വീട്ടിലേക്ക് മടങ്ങി. അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിരുന്നു. അപ്പോൾ വരദന്റെ അമ്മ ഒരു പുതിയ വൈദ്യൻ വന്നതായും ആ വൈദ്യൻ സൗജന്യമായി ഭാര്യയ്ക്ക് ചികിത്സ നൽകിയതായും വരദനോട് പറഞ്ഞു. വരദൻ ആ വൈദ്യന്റെ പേര് ചോദിച്ചപ്പോൾ അമ്മ മണികണ്ഠൻ എന്ന് പറഞ്ഞു. മണികണ്ഠൻ എന്ന പേര് കേട്ടപ്പോൾ വരദന് എല്ലാം മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന അതേ മണിമാല നോക്കി അയ്യപ്പ എന്ന് വിളിച്ചു കരഞ്ഞു. വിശ്വസിച്ച് വിളിച്ചാൽ തന്റെ ഭക്തരെ രക്ഷിക്കാൻ കലിയുഗ വരദനായ അയ്യപ്പസ്വാമി ഏത് രൂപത്തിലും എത്തും. നിങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ ഇഷ്ടമാണെങ്കിൽ കമന്റിൽ പറയൂ. സ്വാമിയെ ശരണം അയ്യപ്പ.